ആര് പത്മയോ? എയർപോർട്ടിനോ? ഓ അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ഫ്ലാറ്റിൽ പോണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ? ഇതിനെല്ലാം നേരം കാലം ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും വരും, എപ്പോ വേണമെങ്കിലും പോകും. കുരിശ് കുരിശ് കുരിശാ പട്ടത്തിൽ പെണ്ണെ ഫോട്ടോ ഞാൻ ശരിയാക്കണം. ആ ഡ്രസ്സ് എടുത്ത് അപ്പുറത്ത് റൂമിലെടുക്കും. ആ റൂമിലല്ല, നശിപ്പിക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി പോയതിനകത്ത് തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല, ആകെ കൂടി അബദ്ധമായ നീ ഇതിന്റെ അകത്ത് അടയിരിക്കാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണ്. എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ്. ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ലാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങിപ്പോകാൻ പറയത്തണം. നോക്കിക്കോ, നീ ഇതിനനുഭവിക്കും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അനുഭവിച്ചോളാം. കേൾക്കും. ചുമ്മാരിക്കാനാ പറഞ്ഞ എന്നിട്ടുണ്ടല്ലോ. അയ്യോ നോൺസെൻസ്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ അതെ, സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ്റ്റർ അനിൽ. എനിക്കറിയാലോ. റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീൻ കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ചാ. ദാറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കതത്ത് പുറത്ത് കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വല്ലതും കഴിക്കുമ്പോ അതിന്റെ മണം എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ അതെ, അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഒരിടത്ത് വെച്ച് എന്റെ പത്മ ആഹാരം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടമോ? അപകടം എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്നത് തന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിയലി ട്രൂലി താങ്കിങ് യു. യു ആർ സിൻസിയർ. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്താ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം, കോമൺ സെൻസ്. നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് പൊയ്ക്കോ. ഞാൻ വേഷം മാറിട്ട് വരാം. ആഹാരം കഴിഞ്ഞ് വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറുന്നേ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന് നീ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ല ഭീഷണിപ്പെടുത്താനുണ്ടോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ സമ്മതിച്ചു. എനിക്ക് ഷർട്ട് മാറുന്നേ. എവിടെ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് പറ്റ പിടിച്ച മനുഷ്യ ധൈര്യം തരില്ല. ഇതെന്താ? ഏതെന്താ? ഏത്? ആരുടെ തന്നെ ലേഡീസ് ബാഗ്? അതെ, ആരുടെ തന്നെ ലേഡീസ് ബാഗ്? ഓ, ഇത് എന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. പത്മ ഒരുങ്ങുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ. എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കറ ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ, അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താണെന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പം മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂടിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാണ്. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ശ്യാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്തോടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖനാടാ. ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല.
എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തു പോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണ്ട, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പിടിച്ചാണോ നിനക്ക്? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണോ? ഈ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായില്ല. പത്മ എതിർത്ത് സംസാരിച്ച് എന്നെ കൊന്നാളെ. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കുറെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് എന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കും, നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേര് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത്. What happened? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് അവൻ ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അളിയാ, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്കിന് പ്രായം നോട്ടമില്ലളിയാ. ശ്യാം, എന്താ കാര്യം? നോക്കിന്ദു, അനിൽ പോവാണെന്ന്. എന്തു പറ്റി അനിൽ? എന്തിനാ പോകുന്നത്? ഇന്ദു പറയാണെങ്കി ഞാനെങ്ങും പോകുന്നില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും നേരത്തെ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുകയാണ്. അതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ഓഫീസ് വരെ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടോ? ഞാനില്ലേ ഇവിടെ. ഇങ്ങോട്ടെ, ഞാൻ വേഗം വരാം. വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. വെജിറ്റബിൾ സൂപ്പ് റെഡി. ആർക്കാ വെജിറ്റബിൾ സൂപ്പ്? പിന്നെ വെജിറ്റബിൾ സൂപ്പ് വന്നിട്ട് പിന്നെ അനില്ല. അതെ, ഇവനില്ലേ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി പ്രധാന ആഹാരം അതാ. ചേച്ചേ, ചുമ്മാതല്ല അനിൽ പിത്തം പിടിച്ച പോലെ ഇരിക്കുന്നത്. സൂപ്പും കോപ്പും വിളിക്കണം. ഇനി ഇന്ദുവിന് ഇഷ്ടമില്ലാത്ത ഒരൊറ്റ ആഹാരം ഞാൻ കഴിക്കത്തില്ല. അതെടുത്ത് കളഞ്ഞിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കൂ. ഓക്കെ, ഞാൻ എന്റെ റെഗുലർ എക്സസൈസ് ചെയ്യട്ടെ. എക്സസൈസ് ചെയ്തിട്ട് വരുമ്പോ ഞാൻ ചിലപ്പോ ഉണ്ടാവില്ല. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഡോണ്ട് ബി സില്ലി.